ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൻ. നമുക്കിന്നിവിടെ സിമ്പിളായിട്ട് പഴം കൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഫ്രഞ്ച് ഐസ്ക്രീം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പഴം നമുക്ക് പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. രണ്ട് പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു 100 ml പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ക്രീമോട് കൂടിയ പാലാണ്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് ഒരു 15 ഗ്രാമോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 15 ഗ്രാം. ഇത് മതി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കാം. ഞാനിത് മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. പഴവും പാലും കോൺഫ്ലവറും കൂടെ നമ്മൾ മാഷ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ കുറച്ച് നേരം അടച്ചു വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഒരു 50 ഗ്രാമോളം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു ടിന്നിൻ്റെ ഹാഫ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഈ ടിന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഇതിനകത്തേക്ക് കടത്തണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് പൊക്കി എടുത്താൽ മതി. ഈസി ആയിട്ട് ഇതിൻ്റെ ടിന്ന് തുറന്നു വന്നിട്ടുണ്ട്. കണ്ടോ? ഇതേ രീതിയിൽ എളുപ്പത്തിൽ ഈ ടിന്നിൻ്റെ കവർ നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഹാഫ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ ടിന്നിൻ്റെ ഒരു ഹാഫ്. ഇതൊരു ചെറിയ ടിന്നാണ്. ഇത്രയും മതി. ഇനി നമുക്കിത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാലും പഴവും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഇത് ആഡ് ചെയ്യാം. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം. ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് ഇത് മാറ്റാം. നമുക്ക് ഈ ട്രേയിൽ ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ കൂട്ടെല്ലാം ഒരു പരന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാം നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസറിൽ വെച്ച് ഒരു 4 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം. നമ്മുടെ ഐസ്ക്രീമൊക്കെ ഫ്രീസറിലിരുന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാം.
ഒരു സ്കൂപ്പ് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഫ്രഞ്ച് ഐസ്ക്രീം നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം പഴവും കുറച്ച് പാലും അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രഞ്ച് ഐസ്ക്രീമാണിത്. ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സിമ്പിളായിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കി കഴിച്ച് നോക്കണം. അപ്പം മറ്റൊരു സിമ്പിൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.